ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ആൻഡ്രോയിഡ് ട്യൂട്ടോറിയലിൽ ഹൗ ടു ഇൻസ്റ്റാൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓൺ ഉബുണ്ടു എന്ന് വെച്ചാൽ ഉബുണ്ടു 18.04 LTS വേർഷനിലാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് ഉബുണ്ടുവിൽ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ വിൻഡോസിൽ എങ്ങനെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, അതെങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കി, റൺ ചെയ്ത് നോക്കി. അതേമാതിരി തന്നെ നമുക്ക് ഉബുണ്ടുവിൽ എങ്ങനെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജാവ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ജാവ JDK ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നമ്മൾ ജാവ ചെയ്യാത്തവർ ഫസ്റ്റ് ടൈം ജാവ ചെയ്യുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. ആ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും സജഷനിലും കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജാവ ചെയ്തൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എടുത്തിട്ട് ജാവ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ജാവ വേർഷൻ കൊടുത്തു. കണ്ടോ, ഓപ്പൺ JDK വേർഷൻ 11 എന്ന വേർഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഗൂഗിൾ എടുത്ത് എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ SDK ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊവൈഡ്സ് ഫാസ്റ്റസ്റ്റ് ടൂൾ ബിൽഡിംഗ് ആപ്സ് ഓൺ എവറി ടൈപ്പ് ഓഫ് ആൻഡ്രോയിഡ് ഡിവൈസസ്. എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ആൻഡ്രോയിഡ് ഡിവൈസിനും വേണ്ടിയിട്ടുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു IDE ആണ് എന്ത്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ടാവും. ആണോ, സിസ്റ്റം റിക്വയർമെൻറ്റ്സ് വിൻഡോസിൽ വേണ്ട കാര്യങ്ങൾ, മാക്കിൽ വേണ്ട കാര്യങ്ങൾ, ക്രോം OS, ലിനക്സ്. ഇപ്പോൾ നമ്മൾ ലിനക്സിലാണ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പ് ടെസ്റ്റഡ് ലിനക്സ് DB എന്ന് പറഞ്ഞു, 64-bit ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുന്നത് 4GB RAM മിനിമം ആണതിന്. പിന്നെ വേണ്ടത് 8GB RAM റെക്കമെൻഡഡ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റാം ഉണ്ടെങ്കിൽ പെട്ടെന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 2GB അവൈലബിൾ ഡിസ്ക് സൈസ് മിനിമം എന്ന് പറയുന്നുണ്ട്. പിന്നെ റെസൊല്യൂഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഉണ്ടോ, ഫോർ ലിനക്സ് 64-bit. അപ്പോൾ നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കേണ്ടവർക്ക് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇത് കൊടുത്തിട്ട് ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഫോർ ലിനക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. കേട്ടോ, എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, നമ്മൾ ഓപ്പൺ ചെയ്യാം. ഷോ ഫോൾഡർ. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹോം ഫോൾഡറിൽ കൊണ്ട് ഇടാം. ഡൗൺലോഡ്സ് ആകുമ്പോൾ പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഹോമിൽ കൊണ്ടിട്ടിട്ട് പേസ്റ്റ് ചെയ്യാം. അവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. എന്ത് ചെയ്യാം, പേസ്റ്റിംഗ് കംപ്ലീറ്റ് ആവട്ടെ. ഈ ഫോൾഡർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തു. ഇത് അൺസിപ്പ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത്
അപ്പോൾ ഈ പേരിൽ ഫുൾ ലെങ്ത്തിലാണ് ഇത് കിടക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക. റീനെയിം ചെയ്യാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിൽ വാണ്ടഡ് സ്റ്റുഡിയോ എന്നാണ്. ഇതിൻ്റെ അകത്ത് ബിന്നിൽ പോയിട്ട് നമ്മൾ ഈ ഒരു studio.sh എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ റൺ ചെയ്തിട്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ടെർമിനൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ടെർമിനൽ കൊടുത്താൽ നേരിട്ട് എന്ത് ചെയ്യും, ഈ പാത്തിലേക്ക് ഇവിടെ വന്ന് നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ടെർമിനലിൽ പോയിട്ട് ഈ ഒരു ഫോൾഡറിലേക്ക് പോയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൾഡർ ഒഴിവാക്കണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ./studio എന്ന് കൊടുക്കുക. studio.sh എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റിംഗ്സ് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഫിഗ് ഇൻസ്റ്റാളേഷൻ ഫോൾഡർ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഡു നോട്ട് ഇമ്പോർട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. നമ്മൾ ഓക്കെ കൊടുക്കാം. പിന്നെ ഡാറ്റ ഷെയറിങ് നമ്മൾ ഡോണ്ട് സെൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെൽക്കം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു വിൻഡോ വന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ടൈപ്പ് ചോദിക്കുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കസ്റ്റം. കസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ രണ്ട് തീം കാണിക്കുന്നുണ്ട്. ഒന്ന് ബ്ലാക്ക് ആയിട്ടുള്ള തീമും ഒന്ന് ലൈറ്റ് കളർ. അപ്പോൾ നമുക്ക് ലൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ SDKൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. വെരിഫൈ സെറ്റിങ്സ് എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മളത് എന്ത് ചെയ്യുക, ഫിനിഷ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫയലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണുമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഷോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കോമ്പണൻസ് ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഇവിടെ ആൻഡ്രോയിഡിൻ്റെ ട്യൂട്ടോറിയൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലേലിസ്റ്റിൽ നമ്മൾ ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ JDK എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, വിൻഡോസിൽ ഔട്ട് ഇൻസ്റ്റാൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വിൻഡോസിൽ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ വിർച്വൽ ഡിവൈസ് എമുലേറ്റർ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ ചെയ്യാം. ഇനി ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലും ഉബുണ്ടുവിലും എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെ നമുക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമ്മുടെ ഡൗൺലോഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കോമ്പോണൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാം.
ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ വിൻഡോ വന്നു. വേർഷൻ 4.0 എന്ന് പറഞ്ഞ വേർഷനാണ്. പിന്നെ സ്റ്റാർട്ട് ന്യൂ ആൻഡ്രോയിഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കോൺഫിഗറേഷനിൽ പോയിട്ട് നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ AVD മാനേജർ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. ഇവിടെ ഡെസ്ക്ടോപ്പ് ഇവിടെ ഈസിയർ സ്റ്റാർട്ടിങ് സ്റ്റുഡിയോ ഫ്രം സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഉബുണ്ടുവിൻ്റെ റൂട്ട് പാസ്വേഡ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ന്യൂ പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് കൊടുക്കുക. നമ്മൾ ബേസിക് ടെംപ്ലേറ്റ് കൊടുക്കും. അവിടെ ആപ്ലിക്കേഷൻ നെയിം എന്താ വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ സേവ് ലൊക്കേഷൻ നമ്മളിവിടെ കൊടുക്കുന്ന സ്ഥലത്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നമുക്ക് കോട്ടോളിങ് സെലക്ട് ചെയ്യാൻ അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജാവയിലാണ് നമ്മൾ ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് ട്യൂട്ടോറിയൽ ജാവ കൊടുക്കുക. ഇവിടെ മിനിമം SDK നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് അപ്രോക്സിമേറ്റ്ലി 99 ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നവിടെ പറയുന്നുണ്ട്. നമുക്കിവിടെ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് വന്ന് വെച്ച് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ പ്രൊജക്റ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ IDE ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോ. നമ്മൾ മറ്റേ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വിൻഡോസിൽ നോക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് വ്യൂ കൊടുത്താൽ ഇവിടെ ഉണ്ടോ നമ്മളെ മെയിൻ activity.java എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ഉണ്ടോ. ആൻഡ്രോയിഡ് ടെസ്റ്റ് കൊണ്ടുവരാറുണ്ട്. activity.java എന്ന് പറഞ്ഞ ഫയൽ. പിന്നെ ഇതിൻ്റെ XML ഫയൽ വേണമെങ്കിൽ നമുക്കിവിടെ ലേഔട്ടിൽ XML ഉണ്ടോ activity. പിന്നെ അതിൻ്റെ ഒക്കെ ഇവിടെ ലെഫ്റ്റ് ലേഔട്ടിൻ്റെ ഫോൾഡർ കാണുന്നുണ്ട്. പിന്നെ ഡ്രോയബിൾ നമുക്ക് മെനൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഫോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു.
ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമും കൂടി എടുത്തിട്ടാണ് നമ്മളെ XML ഫയൽ. അതിൻ്റെ ജാവ ഫയൽ ഇവിടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്ന് പറഞ്ഞ ഫയലുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനും ലേഔട്ടും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. എക്സിറ്റ് എന്ന് കൊടുക്കുക. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ JDK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പാക്കേജ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത് എക്സ്ട്രാക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഫേവറേറ്റ്സ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മളെ ഈ ഒരു ആക്ടിവിറ്റി വിൻഡോയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്കിത് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ആൻഡ്രോയിഡ് എങ്ങനെ നമ്മൾ ഉബുണ്ടുവിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള വീഡിയോ. അപ്പോൾ ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആപ്പ് നിർമ്മിക്കുന്ന ഒരു വീഡിയോ സീരീസാണ്. അത് നമ്മളെ ചാനലിൽ ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ലിങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പ്ലേലിസ്റ്റ്. ഓക്കെ, താങ്ക് യു.